എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു തിരുത്തുണ്ട് അതിൽ. ഞാൻ റിപ്പോർട്ടറല്ല, ഞാൻ ചെറിയൊരു ബുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ചെയ്യുന്ന ഒരാളാണ്. പേര് അനന്തകൃഷ്ണൻ തന്നെയാണ്, പക്ഷേ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. മലയാള സാഹിത്യത്തിനോ അതിൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കോ പ്രത്യേകിച്ച് അധികമായ പരിചയപ്പെടുത്തലൊന്നും വേണ്ടാത്തൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. കല്യാണിയും ദാക്ഷാണിയും എന്ന തൻ്റെ ആദ്യ നോവലിലൂടെ ശ്രദ്ധേയമാവുകയും പിന്നീട് ഈ വർത്തമാനകാലത്തിൽ ആത്രേയം എന്ന തൻ്റെ പുതിയ പുസ്തകത്തിലൂടെ നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട രാസ ടീച്ചറാണ്. തൻ്റെ ഭാഷാ ശൈലി കൊണ്ടും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ടും മലയാളി വായനക്കാർക്ക് പുതിയൊരു വായനാതലം സമ്മാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ടീച്ചറുടെ. ടീച്ചറെ ഈ സെഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും. നമുക്ക് സമയത്തിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പരിമിതിയുണ്ട്. നമുക്ക് അരമണിക്കൂർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയാതെ ടീച്ചറോട് ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ടീച്ചറെ, എൻ്റെ ആദ്യത്തെ ചോദ്യം, കല്യാണിയും ദാക്ഷാണിയും എന്ന പുസ്തകം ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അതിലെ ഭാഷയെ പറ്റിയിട്ടായിരുന്നു. കാരണം പലർക്കും ആ ഭാഷ വായിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടീച്ചർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ 2 കഥാപാത്രങ്ങളും 4ാം ക്ലാസ്സിന് പോലും അപ്പുറം പോവാത്ത 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന ആ ഒരു ലോക്കൽ ലാംഗ്വേജിലാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. പക്ഷേ ടീച്ചർ ആത്രേയത്തിലേക്ക് വരുമ്പോൾ അതൊരു പുരാണ ഇതിഹാസത്തെ ബേസ് ചെയ്താണെങ്കിൽ പോലും അതിൽ പറയുന്ന ഭാഷ കുറച്ചുകൂടി ഒഴുക്കുള്ളതും കുറച്ചുകൂടി ലളിതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പുതിയ തലമുറ വായനക്കാർക്ക് പോലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കല്യാണിയും ദാക്ഷാണിയിൽ നിന്ന് ഈ ആത്രേയത്തിലേക്കുള്ള ആ ഭാഷയുടെ ഒരു യാത്ര എങ്ങനെയാണ്? നമസ്കാരം എല്ലാവർക്കും. കണ്ടതിൽ വളരെ സന്തോഷം. ഓരോരുത്തരെയും ചിലരെങ്കിലും വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്, പല മുഖങ്ങളും പരിചയമുള്ളതാണ്. സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് ദൂരവും സമയവും ഒന്നും വലിയ പ്രശ്നമല്ല. അനന്തകൃഷ്ണന് പറ്റിയ പോലെ പേരും വലിയ പ്രശ്നമല്ല. അതായത് എന്തായാലും നമുക്കൊരു പേരുണ്ടല്ലോ. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം ഭാഷയെക്കുറിച്ചുള്ളതാണ്. ഈ അരമണിക്കൂർ സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആനവായിൽ അമ്പഴങ്ങ പോലത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് അധികം പറഞ്ഞു പോവാതിരിക്കട്ടെ. ഒന്നുമില്ല. കല്യാണിയിലെ ഭാഷ എന്ന് പറയുന്നത്, നമുക്ക് ഭാഷ എന്ന് പറയുന്ന വാക്കിനെ 2 തരത്തിലെടുക്കാം. ഇന്ന് വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പോയിന്റ് പറയാനേ ചിലപ്പോൾ സമയം കിട്ടുള്ളൂ. അതിൽ മിക്കവാറും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാം. അപ്പം കല്യാണിയിലെ ഭാഷ നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ എന്താണ്, പിന്നെ 2 വിദ്യാഭ്യാസം കുറഞ്ഞ, അതായത് നമ്മുടേതായിട്ടുള്ള ഔപചാരിക വിദ്യാഭ്യാസം കുറഞ്ഞ 2 സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ ഭാഷ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ഭാഷ മാത്രമേ അവർ സംസാരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നോവൽ എഴുതുന്ന ആൾ അറിയണം. ഞാനായാലും വേറെ ആരായാലും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഭാഷ എന്ന് പറയുന്നത് കുറച്ചും കൂടി ആഴമുള്ളൊരു വാക്കാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് ഏറ്റവും പ്രധാനമാണത്. അത് അനൗപചാരിക ഭാഷയാണോ, ഔപചാരിക ഭാഷയാണോ, മാനക ഭാഷയാണോ, പ്രാദേശിക ഭാഷയാണോ, അത്തരം ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. അത് നിൽക്കും. അതിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രസക്തമായൊരു കാര്യം, ഈ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലെ അധികാരം എന്ന ഘടകമാണ്. ഒറ്റ ഉദാഹരണം പറയാം. കല്യാണിയിലുള്ള ചിത്രസേനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടാവും. ചിത്രസേനൻ സംസാരിക്കുന്ന ഭാഷയും കല്യാണിയിലെ തന്നെ ആണിക്കാരൻ സംസാരിക്കുന്ന ഭാഷയും 2 പേരും കൊല്ലം സ്വദേശികളാണ്. കൊല്ലംകാരുടെ ഭാഷയാണ്. കൊല്ലത്തെ ആൺ ഭാഷയാണ്. പക്ഷേ ചിത്രസേനൻ്റെ ഭാഷയിൽ നിന്നും ആണിക്കാരൻ്റെ ഭാഷയ്ക്ക് എന്തോ വ്യത്യാസമുണ്ട്. അത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതായത് നോവലിൽ പണിയെടുക്കുന്ന ആൾക്കാർ അത്രയും മൈന്യൂട്ടായിട്ട് ആ കാര്യം ചിന്തിക്കണം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ദേവിക മാഡം വളരെ കൃത്യമായിട്ട് അതിൽ ഊന്നുകയും ചെയ്തിട്ടുണ്ട്. അതായത് ചിത്രസേനൻ്റെ അധികാരമില്ലാത്ത സ്നേഹമസൃണമായിട്ടുള്ള കൂടെ ജീവിക്കുന്ന ആളിനെ തുല്യമായി കാണാൻ കഴിവുള്ള ആ ഭാഷയല്ല ആണിക്കാരൻ സംസാരിക്കുന്ന ഭാഷ. വളരെ പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ 2ഉം കൊല്ലത്തിൻ്റെ പ്രാദേശിക ഭാഷയാണ്, 2ഉം ആൺഭാഷയാണ്. പക്ഷേ ആ ആൺഭാഷയ്ക്കകത്ത് തന്നെ അധികാരം ഇടപെടുന്ന സമയത്തൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് എല്ലായിടത്തും ബാധകമാണെന്ന് ഞാൻ വിചാരിക്കും. അവിടുന്ന് നമ്മൾ ആത്രേയകത്തിലേക്ക് വരുമ്പോൾ ആത്രേയകത്തിൽ ഏത് ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പൊതുവെ നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് ആണിൻ്റെ ഭാഷയാണ്. നമ്മുടെ ജ്ഞാന വ്യവഹാരങ്ങളെല്ലാം ആൺഭാഷയിലാണ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് സ്ത്രീ എഴുതുന്ന സമയത്തും ആണിൻ്റെ ഭാഷ, ആണിൻ്റെ സൗന്ദര്യശാസ്ത്രം, ആണിൻ്റെ ഭാവുകത്വം, അതെല്ലാം പ്രകടിപ്പിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിക്കുന്ന ടൂളുകൾ, ഇതൊക്കെ തന്നെ സ്ത്രീക്കും ഉപയോഗിക്കാൻ പറ്റും. നിലവിൽ ഏത് ഭാഷയിൽ എഴുതുമ്പോഴും ജ്ഞാനഭാഷയുടെ അല്ലെങ്കിൽ ആ ഭാഷയിലുള്ള സൗന്ദര്യശാസ്ത്രത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുപോലെ തന്നെ അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ ഭാഷയും വളരെ പ്രധാനമാണ്. അത് നിരമിത്രൻ അഥവാ നിരമിത്ര എന്നറിയപ്പെടുന്ന കഥാപാത്രം സംസാരിക്കുന്ന സമയത്ത്, ദ്രുപദൻ സംസാരിക്കുന്ന സമയത്ത്, അർജുനൻ സംസാരിക്കുന്ന സമയത്ത്, കൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് വ്യത്യാസപ്പെട്ടിരിക്കണം. സംസാരിക്കുന്നത് മാനക ഭാഷ തന്നെയാണ്. ഇള സംസാരിക്കുന്ന ഭാഷ, ചൂടകൻ്റെ ഭാഷ ഒക്കെയും വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാം മാനക ഭാഷയിൽ തന്നെയാണ് നമ്മൾ എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് സംസ്കൃത ശബ്ദങ്ങൾ കൂടുതലുള്ള ഭാഷ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലേക്ക് നീങ്ങുമ്പം അത് സമാനമായ ദ്രാവിഡ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ലൈറ്റാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഭാഷയിൽ അതിനകത്തൊരു ഫ്ലൂയിഡിറ്റി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആത്രേയകത്തിൻ്റെ ഭാഷയിൽ. ഇത് എഴുതി തുടങ്ങുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. സാധാരണ ഒരു കഥ പറച്ചിലായിരുന്നു. 6-7 തവണ മാറ്റി എഴുതിയൊരു പുസ്തകമാണ് ആ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും ഭാഷ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നൊരു വിശ്വാസം കൊണ്ടാണ് ആ കഥാകഥന ഭാഷ, ആഖ്യാന ഭാഷയിലടക്കം അത് നിഴലിക്കണം എന്നുള്ളതുകൊണ്ട് സംസ്കൃതം ചേർന്ന ഭാഷയും ദ്രാവിഡ ശബ്ദങ്ങൾ കൂടുതലായ ഭാഷയും അതേസമയം ദ്രാവിഡ അക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ സാധിക്കുന്ന സംസ്കൃത ശബ്ദങ്ങൾ കലർന്ന ഭാഷയും കൂടി ചേർത്താണ് ഉപയോഗിച്ചത്. സങ്കീർണ വാക്യങ്ങൾ ചില സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് വളരെ ലളിതമായിട്ട് അവയെ കുറുക്കിയിട്ടുമുണ്ട്. ഇത് ഭാഷാപരമായിട്ടുള്ളൊരു ഫ്ലൂയിഡിറ്റി ഉണ്ടാക്കുന്നത് അതിലെ പ്രധാന കഥാപാത്രം നിരമിത്രൻ അഥവാ നിരമിത്ര ആയതുകൊണ്ടാണ്. നിലവിലൊരു ജെൻഡർ ഫ്ലൂയിഡിറ്റി അതിനകത്തെ പല കഥാപാത്രങ്ങളുടെയും ഒരു സ്വത്വത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പം ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു കഥാപാത്രം സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ജീവിതകഥ പറയുന്ന ഒരു നോവലിനകത്ത് ഭാഷ ഉപയോഗിക്കുമ്പം നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള ബോധ്യമാണ് ആത്രേയകത്തിൻ്റെ ഭാഷ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വന്ന 1-2 വിമർശനങ്ങളെ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ ഒരു അനുശീലനത്തിൻ്റെ, വായനയുടെ, ആസ്വാദനത്തിൻ്റെ ഒക്കെ തടവിലാണ് നമ്മളെല്ലാവരും ഉണ്ടാവുക. ഈ സംസാരിക്കുന്ന ഞാനടക്കം അങ്ങനെ ഉണ്ടാവുക. നമ്മൾ വായിച്ചിട്ടുള്ള ഭാഷ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇന്ന വിഷയം എഴുതാൻ ഇന്ന ഭാഷയാണ് പ്രധാനം എന്ന് നമ്മൾ പലപ്പോഴും കരുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മുന്നേ പോയ എഴുത്തുകാരെഴുതിയത്, മുന്നേ ഈ വിഷയങ്ങൾ തന്നെ എഴുതിയ എഴുത്തുകാരുടെ ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു രാവണൻ കോട്ടയിൽ നമ്മൾ പെട്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി കിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നോവലിന്, ഇങ്ങനെയുള്ള വിഷയം പ്രതിപാദിക്കുന്ന ഒരു നോവലിന്, മഹാഭാരതം പോലെയുള്ളൊരു ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു വർക്കിന് ഈ ഭാഷ ഉപയോഗിച്ചത് ശരിയായില്ല എന്ന വിമർശനത്തെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ആ ഭാഷ മാറ്റിയത് അതിനകത്ത് പ്രധാന കഥാപാത്രം നിരമിത്രൻ ആവുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജെൻഡർ ഫ്ലൂയിഡിറ്റിയും അതേസമയം ആ ആത്രേയകം എന്ന് പറയുന്ന ദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു അസ്ഥിരതയുണ്ട്, അവരുടെ ഒരു നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയമുണ്ട്, ലോകത്തെ അവർ കാണുന്ന രീതിയിലുള്ളൊരു ചാഞ്ചാട്ടമുണ്ട്, ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളൊരു വലിയ സന്ദിഗ്ധതയുണ്ട്. അപ്പം അതൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലാവണം അതിൻ്റെ ഭാഷ എന്നുള്ളത് കൊണ്ടാണ് ശരിക്കുമുള്ള ഒരു മാനക മലയാളം സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില മാറ്റങ്ങളും കൂടി വരുത്തിയിട്ടുള്ളത്. അത് കല്യാണിയിൽ നിന്നും അമ്പേ വ്യത്യസ്തമായി എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിച്ചല്ലോ. എന്തായാലും വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സന്തോഷം. അതോടൊപ്പം തന്നെ നോവലൊരു ഭാഗത്ത് പാഞ്ചാലി മഹാറാണി കൃഷ്ണയോട് പറയുന്നൊരു കഥയുണ്ട്. ഒരു കാര്യമുണ്ട്, വെറുതെ ഒരു കഥയും സംഭവിക്കുന്നില്ല, ചില സാഹചര്യങ്ങളും സംഭവങ്ങളുമാണ് അതിന് കാരണമാകുന്നത്. മലയാള സാഹിത്യത്തിൽ ആത്രേയം എന്ന് പറയുന്ന നോവൽ സംഭവിക്കാൻ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്? ശരിയാണ്, ഒരു കഥയും വെറുതെ ഉണ്ടാവില്ലല്ലോ. എന്നെക്കാൾ ഗതികെട്ട വേറെ ഒരുത്തനുണ്ടോ എന്ന യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് മഹാഭാരതത്തിൽ തന്നെ നളൻ്റെ കഥ ആഖ്യാനം ചെയ്യപ്പെടുന്നത്. നളനാണെങ്കിൽ ഏറ്റവും ഗതികെട്ട ഒരുത്തനാണ്.
അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? യുധിഷ്ഠിരൻ അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നത് കൊണ്ടാണ്. സ്വന്തം ജീവിതം ആകെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് യുധിഷ്ഠിരൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നളകഥ ആഖ്യാനം ചെയ്യപ്പെടുന്നത്. മഹാഭാരതത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. പല പ്രശ്നങ്ങൾക്കും മറുപടിയായിട്ട് കഥകളാണ് വരുന്നത്. നമ്മൾ പഞ്ചതന്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും പറയും, അതിൻ്റെ ഒരു വിദ്യാഭ്യാസ മൂല്യത്തെക്കുറിച്ച് പറയും. ഒരു കഥ, അപ്പം മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടൊരു കഥ പോലും പറയപ്പെടുന്നതിന് മനുഷ്യരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന് പറയുന്നൊരു അർത്ഥം അതിനകത്തുണ്ടല്ലോ. നമ്മുടെ മിക്കവാറും അന്യാപദേശ കഥകൾ മുഴുവനും ആ ഒരു ടെക്സ്ചറിലുള്ളതാണ്. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ കഥ പറയുമ്പോഴും നമുക്ക് ചില അന്യാപദേശ സാധ്യതകൾ പരീക്ഷിക്കാമല്ലോ. നമുക്ക് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കഥ പറയാവുന്നതേ ഉള്ളൂ. ഒരു കഥയിലൂടെ നമുക്ക് എന്തും ഉണ്ടാക്കാം. സമാധാനം വേണമെങ്കിൽ അതുണ്ടാക്കാം, അതല്ല നമുക്കൊരു സംഘർഷം വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. ഇപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുടെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അറിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ബന്ധോ ഹർത്താലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, വേണമെങ്കിൽ വർഗീയ ലഹള ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ഭരണകൂടത്തെ നിലനിർത്താം, ഭരണകൂടത്തെ താഴെ ഇടാം, ഒരാളിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണമെങ്കിൽ ഒക്കെ സാധ്യമാണ്. അപ്പം വാക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കത്തിയാണത്, എങ്ങനെ ഉപയോഗിക്കാം, അത് അതിൻ്റെ ലക്ഷ്യം എന്താണോ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കും. അപ്പം മഹാഭാരതവും അങ്ങനെ തന്നെ ഉണ്ടാക്കപ്പെട്ടതും കൂട്ടിച്ചേർക്കപ്പെട്ടതുമായിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. കാലാകാലങ്ങളായിട്ട് ഒരുപാട് പരിഷ്കരണങ്ങൾക്ക് വിധേയമായി വന്നിട്ടുള്ള ടെക്സ്റ്റാണ്. കാലങ്ങൾക്കനുസരിച്ച് അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ബഹുഭാര്യാത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബഹുഭർത്തൃത്വത്തെക്കുറിച്ചുണ്ട്, അതേസമയം തന്നെ പാതിവൃത്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ ഇത്തരം സങ്കല്പങ്ങൾക്ക് ഒരു സന്ദിഗ്ധതയുണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരേ സമയം ഇത് രണ്ടും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം സമകാലിക രാഷ്ട്രീയ പരിതസ്ഥിതികൾക്കനുസരിച്ചാണ് മഹാഭാരതം തന്നെ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. അപ്പം അതിനെ ഉപജീവിച്ച് നമ്മളൊരു കഥ ഉണ്ടാക്കുമ്പോൾ, ഒരു നോവൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് സമകാലിക പ്രസക്തി ഉണ്ടാവണം. അങ്ങനെ ഒരു ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. അതുകൊണ്ടാണ് അത്രയകം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കൃതിയാണ് എന്ന് അതിന് വന്ന വായനകളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അത് വായിക്കുമ്പം അത് പൊളിറ്റിക്കലാണ് എന്നൊരു വായനക്കാരന് അല്ലെങ്കിൽ വായനക്കാരിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം സാധിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഒരുപാട് നന്ദിയുണ്ട്. 15 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഓഡിയൻസ് കൊടുക്കുകയാണ്. കാരണം ഇത്രയും പേര് കൂടിയിട്ടുണ്ട്, എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കാൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം ചോദിക്കും. അല്ല, ഒറ്റ വാക്കല്ല, അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി. അതായത് നമ്മുടെ നിരമിത്രൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഈ കന്നഡയിലും തമിഴിലും ഒക്കെ ഈ മഹാഭാരതം മൊഴിമാറ്റം ചെയ്തതിൽ ശിഖണ്ഡിയാണ് നിരമിത്രൻ എന്ന് പറയുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്. പക്ഷേ ടീച്ചർ എവിടെയും പരാമർശിക്കുന്നില്ല നിരമിത്രൻ എന്ന് പറയുന്നത് ശിഖണ്ഡി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ കഥാപാത്രമാണെന്ന്. മുമ്പ് മഹാഭാരതം ബേസ് ചെയ്തെന്നുള്ള കഥകളിലൊക്കെ ഒന്നെങ്കിൽ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ കായിക ബലം കൊണ്ടോ ഒക്കെയുള്ള വ്യക്തികളെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതായത് കേന്ദ്ര കഥാപാത്രം എന്നുള്ളതിൻ്റെ ഒരു പുരുഷത്വ ഭാവനയായിട്ട് പലരും കണ്ടുവച്ചിരുന്നത് ഇതിനെയൊക്കെയാണ്. പക്ഷേ ആ പുരുഷത്വ ഭാവനകളുടെയൊക്കെ ഒരു പൊളിച്ചെഴുത്താണോ ടീച്ചർ നിരമിത്രനെ ഇതിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആത്രേയം എഴുതുമ്പോൾ നടത്തിയിട്ടുള്ളത്? കുറച്ച് ആഴത്തിലുള്ള ചോദ്യമാണ്. കുറേ വലിയ ഉത്തരം പറയാനും ഉണ്ട്. കാരണം പൊതുവെ ബൃഹദാഖ്യാനങ്ങളുടെ ഒരു സ്വഭാവം നമ്മൾ വലിയ വലിയ എഴുത്തുകളിൽ, വലിയ വലിയ നോവലുകളിലും മഹാകാവ്യങ്ങളിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള ബൃഹദാഖ്യാനങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിലെ നായക നിർമ്മിതി അല്ലെങ്കിൽ നായികാ നിർമ്മിതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ലക്ഷണയുക്തമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ വേണം അത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മാർഗരേഖകളൊക്കെ ഉണ്ട്. പക്ഷെ ബൃഹദാഖ്യാനങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് എഴുത്തിലേക്ക് ഒരു ചിതറിച്ച വരുന്ന സമയത്ത്, എഴുത്തിലും വായനയിലും അത്തരത്തിലുള്ളൊരു ശൈഥില്യം വരുന്ന സമയത്ത്, അതായത് കേന്ദ്രസ്ഥാനത്ത് നിന്ന് വ്യക്തികളില്ലാതെ പോവുകയും വ്യക്തികളുടെ ഗണങ്ങൾ കേന്ദ്രസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. മലയാളി എന്ന് പറയുന്നത് അന്നേരം തന്നെ ഒരു പ്രശ്നഭരിതമായ വാക്കാവും. കേരളം എന്ന് പറയുന്നതും അത്തരത്തിലുള്ളൊരു പ്രശ്നപദമാകും. ആ ഭൂമിക എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദേശങ്ങൾ കേന്ദ്രസ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നത് പുതിയ എഴുത്തുകളുടെ ഒരു സ്വഭാവമാണ്. അത് ഇതെന്നല്ല, ഏതെടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ കഥയാണ് പറയുന്നതെങ്കിൽ പോലും അതൊരു ദേശത്തിൻ്റെയോ സ്വത്വത്തിൻ്റെയോ കഥയായി മാറും. അപ്പം അങ്ങനെ ഒരു സ്വഭാവം അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരാളിൻ്റെ പേരിൽ അത്തരത്തിലൊരു നോവൽ എഴുതേണ്ടതില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ മുകളിലാണ് ആ ദേശത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതിനകത്തൊരു അവ്യവസ്ഥിതത്വമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ആ ചിരപുരാതനമായ സാധനം ഉണ്ടല്ലോ, ടു ബി ഓർ നോട്ട് ടു ബി. അതൊരു വലിയ ചോദ്യമാണ്.
അതിനെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ആ അനിശ്ചിതത്വവും ഭയവും സംഘർഷവും ഒക്കെ ചിത്രീകരിക്കാൻ ആവശ്യമായ കഥാപാത്രങ്ങളെ മഹാഭാരതത്തിൻ്റെ ഫാബ്രിക്കിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ വ്യഥ, ഒരു കഥാപാത്രത്തിൻ്റെ വ്യഥ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ല. മഹാഭാരതം അടക്കമുള്ള ക്ലാസിക് ടെക്സ്റ്റുകൾ മുഴുവനും ആ ഒരു ഐഡിയോളജിയിലാണ് പോകുന്നത്. കാരണം ഒരാളിൻ്റെ വ്യഥയല്ല അത് എന്താണ് പ്രധാനമായിട്ടുള്ളത്. കൃഷ്ണ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ, അതല്ലെങ്കിൽ അർജുനൻ, ഭീമൻ, നകുലൻ, ഇവർക്കെല്ലാം സ്വന്തം സ്വന്തം കഥകളും സ്വന്തം സ്വന്തം വ്യഥകളുമുണ്ട്. പക്ഷെ അത് ഒരു പ്രഖ്യാതമായ കാര്യമായിട്ട് ഇതിഹാസകാരനും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം വരുമ്പോൾ ഇത് മുഴുവൻ ഒരു ഒറ്റ കഥയായിട്ട് വരികയാണ് ചെയ്യുന്നത്. കുറേ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളുടെ, കൊച്ചു കൊച്ചു എന്ന് പറഞ്ഞുകൂടാ, മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നല്ല ആഴമുള്ള നിർമ്മിതികളാണ്. പക്ഷേ ഈ മനുഷ്യരുടെ മുഴുവനും കഥകൾ ചേർന്നിട്ട് മറ്റൊന്നായി തീരുന്നുണ്ട്. പേര് ഇവരുടെ ആരുടെയുമല്ല അദ്ദേഹം ഇടുന്നത്, ജയം എന്നാണ് അതിനുള്ളൊരു പേരിടുന്നത്. അതൊരു അവസ്ഥയെക്കുറിച്ചുള്ള സൂചനയാണ്. അത് യുധിഷ്ഠിര വിജയമോ ദുര്യോധനൻ്റെ പരാജയമോ ഒന്നുമല്ല. അതിന് ജയം എന്ന് മാത്രം പേരിട്ടിരിക്കുന്നത്. ആ ഒരു പേര് തന്നെ കുറേ കൂടി ദാർശനികമായിട്ട് മനുഷ്യാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതാരുടെയാണ്, കുറച്ചും കൂടി തത്വചിന്താപരമാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ ഊന്നിക്കഴിഞ്ഞാൽ ഈ കൃതിക്ക് ഒരു ദാർശനികമായിട്ടുള്ള ആഴം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമുക്ക് വായിച്ചു പോകാൻ പറ്റും. അത്തരം കൃതികൾ മോശമാണെന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ഒരാളിൻ്റെ പേരിലേക്ക് പോകുമ്പോൾ ആ ആളിലേക്ക് ഈ കഥയുടെ മുഴുവൻ കോർ വരുന്നത് പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഭംഗിയുള്ള ഒന്നായിട്ട് ഞാൻ കരുതുന്നില്ല. അതായത് ഒരാളിൻ്റെ ദേശം, ചരിത്രം, രാഷ്ട്രീയം, സംസ്കാരം, സ്വത്വം, ഇതൊക്കെ പ്രധാനമാണ്. ഇതൊക്കെ ചേർന്ന് ഒരാളിനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാൾ ഇതൊക്കെ തിരിച്ചുണ്ടാക്കുകയല്ല. നമ്മളത് തിരിച്ചറിയുന്നുണ്ട് ഇപ്പം. അതായത് നായക കേന്ദ്രിതമായ സാഹിത്യ ആഖ്യാനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവൽ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കേരളത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ കേരളമാണ്. ആ കേരളത്തെക്കുറിച്ച് കുറേ വിശദീകരണങ്ങൾ അതിനകത്ത് കാണാം. കേരളം എന്ന് പറയുന്ന ഒരു ഭൂമിക എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്, ഇത് കേരളമാണ്. അതിൽ കേരളം എന്ന് പറയാതെ തന്നെ കേരളത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് കാണാം. അപ്പം എങ്ങനെയാണ് കഥാപാത്രങ്ങളെക്കാൾ തലയെടുപ്പ് അവർ ജീവിക്കുന്ന ദേശത്തിനും അവരുടെ ചരിത്രത്തിനും വരുന്നത് എന്ന് കൂടുതൽ ഗൗരവമുള്ള ചിന്തകളുള്ളൊരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ചിന്തയാണ്. അതായത് കഥാപാത്രങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രസക്തരല്ല, അവരെല്ലാം കൂടി ചേർത്ത് നിർമ്മിക്കുന്ന ജീവിതവും അതിൻ്റെ ദാർശനികതയുമാണ് പ്രശ്നം. ഞാൻ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ടീച്ചറുടെ ആദ്യത്തെ കല്യാണിയും ദാക്ഷായണിയും രണ്ട് കഥാപാത്രങ്ങൾ വളരെ ശക്തരായ കഥാപാത്രങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ ആത്രേയത്തിൽ ഇളയും വിശാഖയും ഇള ഒരു പരിധിവരെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതത്തിലേക്ക് പോവുകയാണ്. വിശാഖ എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി സ്വതന്ത്രമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് വ്യത്യാസങ്ങൾ ഈ സാധാരണ ഒരു നോവൽ വളരെ ശക്തമായ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അടുത്ത നോവലിലേക്ക് വരുമ്പോൾ അവരുടെ കുറച്ച് പിന്നോട്ടം പോകുന്ന ഒരിതാണ് ടീച്ചർ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിരമിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നകുലൻ്റെ മകനായിട്ടാണ് നിരമിത്രനെ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലെ ശിഖണ്ഡിയാണ് നിരമിത്രനായിട്ട് വരുന്നത്. ഈ ശിഖണ്ഡിയാണെന്ന് അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തിൽ ദൃഷ്ടൻ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നില്ല. അശ്വത്ഥാത്മാവ് ഒരു റോളുണ്ട് അവസാനം, അത് നിഴലായിട്ടാണ് ടീച്ചർ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് ടീച്ചർ? ഈ നോവൽ അവസാനിക്കുമ്പം ഏകദേശം അതിനൊരു സൂചനയുണ്ട്. കാരണം ഇത് വ്യാസൻ്റേതല്ല ഈ പറയപ്പെട്ട സാധനം എന്ന് ഒരു സൂചന നൽകിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. ഇപ്പോൾ വ്യാസൻ ഉണ്ടാക്കിയ കഥ അതേപോലെ പറയല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യാസൻ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കാം. അതല്ലെങ്കിൽ വ്യാസൻ ആ സമയത്തെ വൈദിക അധികാരത്തിന് അല്ലെങ്കിൽ ആ കാലത്തെ രാജാധികാരത്തിന് കീഴ്പ്പെട്ടായിരിക്കും കഥ പറഞ്ഞിരിക്കുക. കാളിദാസൻ പോലും കാലത്തിൻ്റെ ദാസനാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ വ്യാസൻ പറഞ്ഞൊരു കഥയുടെ മറുവശം കാണുക എന്നുള്ളതാണ് ജൈമിനി ചെയ്തത്. അതുകൊണ്ടാണ് ജൈമിനിയുടെ ടെക്സ്റ്റ് തമസ്കരിക്കപ്പെടുന്നത് എന്നൊരാശയം ആ നോവൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെയും വ്യാസൻ പറഞ്ഞ കഥാപാത്രങ്ങളെ തന്നെ നമ്മൾ എടുക്കേണ്ടതില്ല, പേര് മാറ്റിയെടുക്കാമെന്ന് ഞാൻ ആലോചിച്ചതാണ്. കാരണം അർജുനൻ എന്നുള്ള പേരിൽ കൂടുതൽ കഥാപാത്രങ്ങൾ പുരാണത്തിലുണ്ട്. ഭീമൻ എന്നുള്ള പേരിലും ഒന്നിലധികം കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ ശിഖണ്ഡി എന്നുള്ള പേരിൽ ഒരു കഥാപാത്രം ഇല്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയാവാം.
ശാരീരികാവസ്ഥ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു പദവിയില്ലായ്മയെ സൂചിപ്പിക്കുന്ന ആക്ഷേപ പദമാകാം ശിഖണ്ഡി എന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാതിരുന്നത്. നിരമിത്രൻ എന്ന് പറയുന്നത് നകുലൻ്റെ മകനാണ്. കരയൺമതി എന്ന് പറയുന്ന സ്ത്രീയിൽ അദ്ദേഹത്തിന് ജനിച്ച മകനാണ്. അത്രയുള്ളൂ മഹാഭാരതത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ആ പേരിൻ്റെ അർത്ഥം ശത്രുക്കളില്ലാത്തവൻ എന്നാണ്. അതായത് സ്വന്തമായിട്ടൊന്നും അദ്ദേഹത്തിനില്ല. നഷ്ടത്തെക്കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയമൊക്കെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഭീരുവാക്കി തീർക്കുക. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരാൾക്ക് ഒന്നും ഭയപ്പെടാനില്ല, അയാൾക്ക് ശത്രുക്കളേ ഇല്ല. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് നിരമിത്രൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. സംസ്കൃതത്തിൽ അത് നിരമിത്ര എന്നേ എഴുതാൻ പറ്റൂ. അപ്പം ആണായാലും പെണ്ണായാലും അത് അത്തരത്തിലൊരു പേരായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ആ പേര് എടുത്തത്. അങ്ങനെ അദ്ദേഹത്തിന് ശിഖണ്ഡിക്ക് അങ്ങനെ ഒരു പേരുള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. 1-2 പേരുകൾ മാറ്റി നോക്കിയിട്ടുണ്ട്. അതായത് വ്യാസൻ എടുത്ത കഥാപാത്രങ്ങളെ തന്നെയാണ് ജൈമിനി എടുക്കുന്നത് കുറച്ചൊക്കെ. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, മറുകഥകൾ ഉണ്ടാവാം എന്നുള്ളതുകൊണ്ടാണ് പേര് മാറ്റിയെടുത്തത്. ഇള ഓൾറെഡി പുരാണത്തിലുള്ളൊരു കഥാപാത്രമാണ് ഇള. അവളുടെ പേര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം പേരിപ്പോൾ അനന്തകൃഷ്ണൻ്റെ പേര് തന്നെ രാവിലെ മുതൽ വൻ കൺഫ്യൂഷനല്ലേ. ഷാജി എന്നുള്ള പേരിൽ എത്ര ആളുണ്ട്? അപ്പം അങ്ങനെ ചിന്തിക്കാമല്ലോ നമുക്ക്. അതായത് പേര് പുരാണത്തിൽ ഒരു പേരിൽ ഒരാളുണ്ടെങ്കിൽ ആ പേരിൽ വേറൊരു ആളുണ്ടായിക്കൂടാന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നൊരു മാറ്റം വരുത്തി നോക്കിയതാണ്. അല്ലെങ്കിൽ വ്യാസനെ നമ്മൾ അനുപദം പിന്തുടർന്നു എന്ന് വരും. ഇപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണല്ലോ. അതായത് അത് കൃത്യമായി ചെയ്തത് കൊണ്ടാണ് അതല്ലേ ഇത് എന്ന് തോന്നുന്നത്. അതല്ലേ ഇതെന്ന് തോന്നിക്കാനാണ് അത് ചെയ്തത്. അത്രയും വായിച്ചപ്പോൾ അതിലൊരു ഭാഗത്ത് ഒരു ആണ് എന്താകണം അല്ലെങ്കിൽ ഒരു ആണ് എന്താണ് എന്ന് കാണിക്കാനായിട്ട് നിരമിത്ര രാജകുമാരൻ്റെ പിതാവ് രാജകുമാരൻ്റെ മാതാവിനെ ആ മകൻ്റെ മുന്നിൽ വെച്ച് ക്രൂരമായി ഭോഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഞാൻ ആ നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ മാനസികമായും ശാരീരികമായും അടിച്ചമർത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മാതാവാണത്. അപ്പം ഇന്നത്തെ സമൂഹത്തിലും സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലുകളുടെ ഒരു പ്രതീകമായിട്ടാണോ മാം ആ അമ്മയെ ആ നോവലിൽ കാണിച്ചിരിക്കുന്നത്? നേരത്തെ സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി അതിൻ്റെ കൂടെയുണ്ട്. അതായത് കല്യാണിയിൽ നിന്നും ദാക്ഷായണിയിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ സ്വത്വപരമായിട്ടുള്ള പിന്നടത്തമാണോ ഇളയും വിശാഖയും എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ മാറുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അത്തരത്തിൽ മാറി വന്നേ പറ്റൂ. അപ്പോൾ ദാക്ഷായണി രണ്ടാമതും ആണിക്കാരൻ്റെ കൂടെ പോകുമ്പം എന്നെ ചീത്ത വിളിച്ച ഒരുപാട് പേരുണ്ട്. അവർ വിചാരിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ആണിക്കാരനെ അടിച്ചിട്ടിട്ട് ഇങ്ങനെ ദാക്ഷായണി ഇങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ നടക്കുക. അപ്പോൾ അങ്ങനെ സ്ത്രീ സമത്വം പൂത്തുലയും എന്നുള്ളത് അത് ഫിക്ഷനിൽ മാത്രം സാധിക്കുന്നൊരു ഭാവനയാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഏത് ദാക്ഷായണിയാണെങ്കിലും ചിലപ്പോൾ തിരിച്ചു വന്ന് കൂടെ ജീവിക്കേണ്ടി വരും. അതൊരു സാധ്യതയാണ്. അപ്പം അത് നമുക്ക് പിന്നടത്തം എന്ന് വിളിച്ചുകൂടാ. ഇളയാണെങ്കിൽ ഇളയുടെ അറിവ് മാനിക്കപ്പെടുന്നിടത്ത് നിന്നേക്കാം എന്ന് വിചാരിക്കുന്ന ഒരുവളാണ്. അതായത് അറിവിനെ മാനിക്കപ്പെടുന്ന സ്ഥലത്താണ് അവൾ നിൽക്കുന്നത്. അവൾ സ്വാർത്ഥ എന്നൊക്കെ നമുക്ക് വിളിക്കാമെങ്കിലും അത്തരത്തിൽ മനുഷ്യൻ്റെ ഒരു നിലവിലുള്ള അവസ്ഥയിൽ നിന്നുള്ളൊരു ചേഞ്ച് ഉണ്ടാവണം. ഏത് മനുഷ്യനും ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും കഥാപാത്രങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കും. നമ്മൾ തന്നെയല്ലേ കഥാപാത്രങ്ങൾ. അപ്പോൾ കഥാപാത്രങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആർക്കാണ് ഉത്കർഷം ഇഷ്ടമില്ലാത്തത്? ആർക്കാണ് സന്തോഷം വേണ്ടാത്തത്? അപ്പോൾ അതുകൊണ്ട് കഥാപാത്രങ്ങൾ അത്തരത്തിൽ തന്നെ വരും. പിന്നെ ഈ പറഞ്ഞ രംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഇഷ്ടംപോലെ ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ്. പക്ഷേ അതിനെക്കാട്ടിലും വലിയ വയലൻസ് സിനിമകളിലും നമ്മുടെ എഴുത്തുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഈ വയലൻസിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ വയലൻസ് എഴുതരുത് എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾക്ക് എഴുതാവുന്ന വയലൻസിനൊരു പരിധിയുണ്ട്. അപ്പരിധിയിലൊക്കെ നിന്നിട്ട് എഴുതിയാൽ മതി. അങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. വയലൻസ് എത്രയായാലും ആണായാലും പെണ്ണായാലും ഒക്കെ വയലൻസ് തന്നെയാണ്. ഏത് ഈ മാർക്കോ പോലത്തെ ഫിലിംസൊക്കെ കണ്ടുവന്നിട്ട് അതിന് നല്ല റിവ്യൂ ഇട്ട് വന്നിട്ടാണ് ഇന്ന വയലൻസ് എഴുതരുതെന്ന് പറയുന്നത്. ആലോചിക്കണത്. അപ്പോൾ പിന്നെ എഴുത്തിലുള്ള വയലൻസ് എന്ന് പറയുന്നത് അത് അവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഉപയോഗിച്ചാൽ അല്ലാതെ പരമാവധി ആ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ മെനക്കെട്ട ഒരാളാണ് നിരമിത്രൻ. മാക്സിമം അയാളോട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച് അയാളെ അവിടെ നിന്ന് ഓടിക്കാനൊരു കാരണം വേണ്ടേ? ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അയാളുടെ കംപ്ലീറ്റ് പിടിവള്ളി വിട്ട് കഴിഞ്ഞ് അയാൾ സ്വത്വപരമായിട്ട് അങ്ങേയറ്റം അധിക്ഷേപിക്കപ്പെട്ട് ഇനി ഒരു നൂല് പോലും ഇല്ല ലോകത്ത് നമ്മളെ നിലനിർത്താൻ തീരുമാനിക്കുമ്പോഴാണ്. അതിന് പറ്റുന്ന ഒരു സംഭവം ആ കാലഘട്ടത്തിൻ്റെ രീതി വെച്ചുണ്ടാക്കൽ ഇത് തന്നെയാണ്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അക്രമിയാണ്. അയാൾ അത്രയും വലിയ വയലൻസിൻ്റെ ആളാണ്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ എല്ലാ തരത്തിലുള്ള അധികാരങ്ങൾക്കും വിധേയമാകേണ്ട ഒരു ശരീരമാണ്. എല്ലാ പ്രജകളും ദേശത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപാന്തരപ്പെടേണ്ട പ്രജകളാണ്, വിധേയ ശരീരങ്ങളാണ് എന്ന് ബോധ്യമുള്ളൊരു രാജാവിൻ്റെ പ്രവൃത്തിയും കൂടിയാണത്. ഈ തോറ്റ രാജ്യത്തെ സ്ത്രീകളെ ജയിച്ച രാജ്യത്തിൻ്റെ പട്ടാളക്കാർ ബലാത്സംഗം ചെയ്യുന്നത് എന്തിനാണ്? അതൊരു സെക്ഷുവൽ ആക്റ്റ് അല്ല. അത് ആ അധികാരത്തെ
അടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ ശരീരങ്ങളുടെ മുകളിൽ അവരുടെ പവർ അവർ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കലാപം നടക്കുമ്പോൾ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം അതും കൂടിയാണ്. അപ്പോൾ അത് കാണിക്കുക എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, പൊതുവേ വയലൻസിന് ഇരകളാകുന്നത് സ്ത്രീകളും കുട്ടികളും ആയിരിക്കും. അപ്പോൾ അതൊരു സ്വാഭാവികതയാണ്. ആ ഒരു പെണ്ണവസ്ഥ എന്ന് പറയുന്നത് ദൈന്യതയുള്ള ഒന്നാണ്. അപ്പം നിരമിത്രൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കണമെങ്കിൽ അയാൾ അമ്മയോടാണ് കുറേ കൂടി അടുപ്പം ഉള്ളത്. നിരമിത്രന് തന്നെ ഒരു സ്ത്രീ സ്വത്വമാണ് കൂടുതലുള്ളത് അദ്ദേഹത്തിൽ. അപ്പോൾ അമ്മ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു വേരാണ്. ആ വേരാണ് പൊട്ടിപ്പോകുന്നത്. അത് തൻ്റെ ജന്മത്തിന് കാരണമായതുകൊണ്ടാണ് എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. പുതിയ കാലത്തും നമ്മൾ അറിയാം, എത്രയോ എനിക്ക് തന്നെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട്, ഭിന്നശേഷിയുള്ള കുട്ടികൾ ഉണ്ടായതിൻ്റെ ആ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത് സ്ത്രീകളാവുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. കാരണം അവർ വല്ലാതെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുകയും അവരുടെ സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനം തന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണത്. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് എഴുതുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു സംഗതി അങ്ങോട്ടൊക്കെ വന്നത്. നമസ്കാരം ടീച്ചർ. ഈ നോവലിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു ക്യാരക്ടറാണ് വിപുലൻ. അപ്പോൾ ഈ വിപുലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ഫോർമുലേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ രാജാവിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അന്ത്യം വരെ അയാളുടെ ലോയലായി നിന്ന ഒരേ ഒരാൾ വിപുലനാണ്. നിരമിത്രൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ ട്രാജഡികളും കൊണ്ടുവന്ന ആൾ വിപുലനാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ടീച്ചർ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തത്? വിപുലൻ ആക്ച്വലി എന്താണ്? അയാളുടെ ഒരു എന്താ പറയുക, അയാൾ ആക്ച്വലി നല്ലൊരാളാണോ അതോ അയാളൊരു എന്താ പറയുക ഒരു വിക്കഡായിട്ടുള്ള ക്യാരക്ടറാണോ? ടീച്ചർ എങ്ങനെയാണ് വിഭാവനം ചെയ്തത്? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അതിലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണോ വിപുലൻ? എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കേട്ടത്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞുകൂടാ. ആൾക്കാരിപ്പം ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ പോകും ഇപ്പം തമ്പനയിലിട്ടിട്ട്. അപ്പോൾ ഇനി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ വകയിലായിരിക്കും എന്നെ ആൾക്കാർ അടുത്തായിട്ട് എറിയാൻ കണ്ടേക്കുന്നത്. ഇതൊരു സാധാരണ പ്രയോഗമാണ്, ക്ഷമിക്കണം. വലിയ സന്തോഷം. വിപുലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓർത്തതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് വിപുലൻ. അതായത് വളരെ ധർമ്മസങ്കടത്തിൽ പെട്ട് നിൽക്കുന്ന ഒരാളാണ്. തീരുമാനം എടുക്കാനുള്ള അധികാരം അയാൾക്കില്ല. തീരുമാനം എടുക്കാനുള്ള അധികാരം ഇല്ലാതിരിക്കലാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ എപ്പോഴും കെടുത്തിക്കളയുക. പക്ഷെ അദ്ദേഹം ഒരു വിശ്വസ്ത ഭൃത്യനാണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കണം. അദ്ദേഹം അന്നാട്ടുകാരനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കൂറിനെ ചോദ്യം ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ അതിനകത്തുണ്ട്. ഇവൻ പാഞ്ചാലക്കാരനല്ല, ഇവൻ വേറെ ഒരുത്തനാണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇതരം എന്ന് പറയുന്നൊരു ബോധമുണ്ട്. ഞാൻ ഈ പാഞ്ചാലത്തോട് കൂറ് തെളിയിച്ചേ പറ്റൂ. അവിടെയുള്ള ധൃഷ്ടദ്യുമ്നൻ അത് തെളിയിക്കേണ്ട, ആർക്കും അത് തെളിയിക്കേണ്ട. പക്ഷെ വിപുലൻ അനുനിമിഷം കൂറ് തെളിയിച്ച് മാത്രം ആ രാജ്യത്ത് പുലരേണ്ടുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള അവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. അതായത് അനുനിമിഷം ഒരു യോഗ്യതാ നിർണയ പരീക്ഷ പാസ്സായിട്ട് ഈ ചെക്ക് ലിസ്റ്റിൽ ഇങ്ങനെ ടിക്ക് വീണ് മാത്രം ജീവിക്കേണ്ട കുറേ മനുഷ്യർ ഇന്ത്യയിലും ഉണ്ട്, നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട്. അപ്പം വിപുലൻ ശരിക്ക് അത്തരത്തിലൊരു കഥാപാത്രമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. ശരിക്കും അദ്ദേഹം പാഞ്ചാലമാണ്. ഈ ദ്രുപദനെ സംബന്ധിച്ചിടത്തോളം കല്യാണിയിൽ പറയുന്നുണ്ടല്ലോ, ഇവളോട് നീ എൻ്റെ വീടാണ് എന്ന് കല്യാണിയോട് ചെയ്യിക്കുട്ടി പറയുന്നുണ്ട്. തിരിച്ചും അവളത് ഉച്ചരിക്കുന്നുണ്ട്. അതേപോലെ വിപുലൻ അതാണ്, പാഞ്ചാലത്തിൻ്റെ വീട് വിപുലനാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതാണ് അംഗീകരിക്കാൻ വേണ്ടി അയാൾ പക്ഷേ അവസാനം തടവറകളുടെ കാവൽക്കാരനായിട്ട് രാജ്യത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന ഒരാളും കൂടിയാണ്. അയാൾ അംഗീകരിക്കപ്പെടുകയല്ലായിരുന്നു, അയാൾ ബഹിഷ്കരിക്കപ്പെട്ടു. കാരണം ഇവിടെ നിനക്ക് പറ്റില്ല, മറ്റൊരു സ്ഥലത്ത് പോയി പുലരും. അനുവാദം ഇല്ലാതെ എല്ലാവരോടും ഒരിക്കൽ കൂടി വളരെ സന്തോഷം, സ്നേഹം. കാരണം ഒരു പുസ്തകത്തിൻ്റെ പേരിൽ, ഒരു എഴുത്തിൻ്റെ പേരിൽ കുറേ മനുഷ്യർ ഇവിടെ വന്നു എന്നുള്ളത് ഈ കേരളത്തിൽ ഒരു എഴുത്തുകാരിയായിട്ട് ജീവിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്നുണ്ട്. എല്ലാവരോടും അങ്ങേയറ്റം സന്തോഷം.